കേരളത്തിന്റെ ഇരുണ്ട കാലം അവസാനിച്ചെന്ന് നിയുക്ത MLA ചാണ്ടി ഉമ്മൻ 24-നോട്. മുഖ്യമന്ത്രി ചർച്ചകൾ വിജയത്തിന്റെ ശോഭ കെടുത്തിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതുമായിട്ട് എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു മറുപടി പറയാം. തീർച്ചയായിട്ടും അർഹരായ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ലഭിക്കുമ്പോൾ തന്നെ പുതുപ്പള്ളിക്ക് ഒരു മന്ത്രിയെ ലഭിച്ചു കഴിഞ്ഞു. കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി തന്നെയായിരിക്കും മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ ആൾ തന്നെ വന്നിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആ നിമിഷം തന്നെ പുതുപ്പള്ളിക്ക് മന്ത്രി ലഭിക്കും. അതുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് മന്ത്രിയാക്കണമെന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ആഗ്രഹമില്ല. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനം. പാർട്ടിയാണല്ലോ നമ്മുടെ ഫൈനൽ ഡിസിഷൻ മേക്കർ. അപ്പോൾ പാർട്ടി അവസരം തന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മത്സരിച്ചത്. പാർട്ടി അവസരം തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും. ഇപ്പോൾ ഒരു അതൃപ്തിയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം മന്ത്രിസഭയിലേക്ക് അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതൃപ്തിക്ക് അദ്ദേഹത്തിൻ്റെ അതൃപ്തി നിങ്ങൾ പറയുന്ന കാര്യം എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും കാര്യങ്ങൾ. അത് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി ടേക്ക് കെയർ ചെയ്യും. KC വേണുഗോപാൽ അതടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ, അത് അവർ തീരുമാനിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ചർച്ചയ്ക്ക് തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തല്ലോ. അപ്പോൾ ആ ഒരു വലിയ വിജയത്തിൻ്റെ ശോഭയൊക്കെ അതിൽ കെട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എവിടെ ശോഭ കിട്ടു? എല്ലാ ആൾക്കാരും ഇന്ന് വളരെ ആഘോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്, ദീർഘനിശ്വാസം വിടുകയാണ്. കാരണം വലിയൊരു ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ. കാരണം വെച്ചാൽ ഇവിടെ വഴി കൂടെ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം പുതിയ മുഖ്യമന്ത്രി എന്ന നിലപാടെടുത്ത് 2 വണ്ടി പരമാവധി, അതിൻ്റെ അപ്പുറം വേണ്ട എന്നാണ് പറയുന്നത്. അദ്ദേഹം അതുതന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് പോലീസ് അനുവദിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് തിരുവനന്തപുരത്ത് താമസിച്ചവർക്കറിയാലോ അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ ക്ലിഫ് ഹൗസിൻ്റെ ഭാഗത്ത് എൻ്റെ ഫാദർ ഉണ്ടായിരുന്നപ്പോൾ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ റോഡ് തുറന്നു കിടക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്നും അടച്ചു കിടക്കുന്നത്? അവിടെ എന്താണ് ഇത്ര സെക്യൂരിറ്റി ഉള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ സെക്യൂരിറ്റി റീസൺ സ്പെഷ്യലി കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് വേണം, സേഫ്റ്റി വേണം. പക്ഷേ പരിധി വിട്ടു പോകണോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. UDFിൻ്റെ കാലത്ത് അതുണ്ടാവത്തില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.